Hello, പ്രിയപ്പെട്ട വെൽക്കം ബാക്ക് ടു Xylem Learning. It's me, VK. അങ്ങനെ നമ്മുടെ +1 ക്ലാസ്സുകളൊക്കെ തുടങ്ങി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ സമയത്ത് നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അടുത്ത മാസം ഓണം എക്സാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണം എക്സാമിനേഷന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്കുമായിട്ടുള്ള കിഡിലൻ ക്ലാസ്സുകളുമായിട്ട് Xylem Commerce നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, സോ +1 ബിസിനസ് സ്റ്റഡീസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ആണ് ഈ ഓണം എക്സാമിനേഷൻ നമ്മൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം പേപ്പർ അല്ല. അപ്പോൾ ഒരു തിയറി പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്, എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിലെ അടിപൊളിയായിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ ഒന്നാമത്തെ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മക്കളെ, ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ വീഡിയോ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, വാട്ട് ഡു യു മീൻ ബൈ ഇൻഡസ്ട്രി? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് മേജർ കാറ്റഗറീസ് വിത്ത് എക്സാമ്പിൾ. എന്താണ് ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതുക. മക്കളെ, ഈ ഒരു ചോദ്യം 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, 1 മാർക്ക് ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചെറിയ 2 മാർക്ക് ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എല്ലാ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇൻഡസ്ട്രി എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ പേപ്പറിൽ വരച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ നമുക്കറിയാം ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നത്? റോ മെറ്റീരിയൽസിന്റെ കൺവേർഷൻ ആണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇൻഡസ്ട്രീസിൽ നടക്കുന്നത്, അല്ലെ? അപ്പൊ ഇൻഡസ്ട്രിയെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് തേർഡ് വൺ ഈസ് ടേർഷ്യറി ഇൻഡസ്ട്രീസ്. ഇങ്ങനെ 3 ആയിട്ടാണ് ഇൻഡസ്ട്രീസിനെ, വ്യവസായങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ആദ്യം ആലോചിക്കേണ്ടത് നാച്ചുറൽ റിസോഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈമറി ഇൻഡസ്ട്രീസാണ്. എക്സ്ട്രാക്ഷൻ, മൈനിങ്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള പ്രോസസ്സാണ് പ്രൈമറി ഇൻഡസ്ട്രി നടക്കുക. പ്രൈമറി ഇൻഡസ്ട്രീനെ എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കുമായിട്ട് ക്ലാസിഫൈ ചെയ്തു. എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? KGF ഓർക്കുന്നുണ്ടോ നിങ്ങൾ? KGF അല്ലെ, ഓർക്കുന്നില്ലേ? അപ്പൊ KGF എന്താ നടക്കുന്നത്? മൈനിങ് ആണ് നടക്കുന്നത്, അല്ലെ? ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ ജലത്തിൽ നിന്നോ വാട്ടറിൽ നിന്നോ എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെ? എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ് ഒക്കെ എവിടെ നടക്കുന്നതാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക. മൈനിങ് എക്സാമ്പിൾ ആണ്, ഫിഷിംഗ് എക്സാമ്പിൾ ആണ്, അഗ്രികൾച്ചർ ഒക്കെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എക്സാമ്പിൾ ആണ്. ഇനി ജനറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറ്റിക്, ജീനുമായി ബന്ധപ്പെട്ടതാണ് ജനറ്റിക്. അങ്ങനെ ആലോചിക്കുക. റീപ്രൊഡക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ബേർഡ്സിന്റെയും പ്രോസസ് ഒക്കെ എവിടെ നടക്കുന്നത്? ഇതിനൊക്കെ റീപ്രൊഡക്ഷനും പ്രത്യുൽപാദനം, പ്രത്യുൽപാദനം നടക്കാം. ഓക്കെ, അതൊക്കെ എവിടെ നടക്കുന്നതാണ്? നമ്മുടെ ജനറ്റിക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എക്സാമ്പിളും സാർ പറഞ്ഞ് റെഡിയാണ്. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രീസിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നു, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്, സെക്കൻഡറിയിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാട്ടിൽ നിന്ന് തടി ശേഖരിച്ചു വെച്ചു, അതിന് ഫർണിച്ചർ ആക്കി മാറ്റുന്നു, സെക്കൻഡറിയിൽ നടക്കുന്നത്. ക്ലിയർ? അപ്പൊ സെക്കൻഡറിയെ മാനുഫാക്ചറിംഗ് എന്നും കൺസ്ട്രക്ഷൻ എന്നും ഡിവൈഡ് ചെയ്തു. അപ്പൊ മാനുഫാക്ചറിംഗിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടൈപ്പ് ഇൻഡസ്ട്രീസ് ആണ്, A, B, C, D. അപ്പം അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഒറ്റ കോമ്പൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ എലമെന്റിൽ നിന്ന് ഡിഫറെന്റ് അനദർ കാറ്റഗറി ഓഫ് എലമെന്റ് ആക്കി തിരിക്കുക. എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക. ഓയിൽ റിഫൈനറി. ഓക്കെ, ഓയിൽ റിഫൈനറി. ഫോർ എക്സാമ്പിൾ പെട്രോളിയം പ്രൊഡക്ട്സ് എടുക്കുക. അപ്പൊ ഒറ്റ ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ പെട്രോളിയം, ഡീസൽ, കെറോസിനൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഒരു എലമെന്റിൽ നിന്ന് ഡിഫറെന്റ് കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഡിഫറെന്റ് എലമെന്റുകളായിട്ട് തിരിക്കുന്നു. ഇനി സിന്തറ്റിക്കൽ എക്സാമ്പിൾ ആലോചിക്കുക. സിമ്പിൾ ആണ്. സിന്തറ്റിക്കൽ സിമെന്റ്. അനാലിറ്റിക്കൽ നേരെ ഓപ്പോസിറ്റ്. സിന്തറ്റിക്കൽ എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് കോമ്പൗണ്ടിൽ ഒരുപാട് എലമെന്റുകൾ കൂടി ചേർന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. സിമ്പിൾ ആണോ? അപ്പം സിമെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ കുറെ അധികം എലമെന്റുകളാണ് കൂടി ചേർന്നത്. ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ് ഇല്ലടാ, സോപ്പ് അല്ലെ, കുളിക്കാനൊക്കെ കുളിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പിൽ അല്ലെങ്കിൽ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിലൊക്കെ നമ്മൾ ഡിഫറെന്റ് എലമെന്റുകൾ കൂടി ചേർന്നിട്ടാണ് ആ ഒരു സോപ്പായിട്ട് മാറുന്നത്. സോ അതെല്ലാം എന്തിൽ വരുന്നതാണ്? സിന്തറ്റിക്കൽ വരുന്ന. ഇനി പ്രോസസ്സിംഗ് ഒരുപാട് പ്രോസസ് ഉണ്ട്. സിമ്പിൾ അല്ലേ മനസ്സിലാക്കാൻ? പ്രോസസ് ഉണ്ട്, അല്ലെ? അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പേപ്പർ നമ്മുടെ രൂപത്തിൽ കിട്ടുന്നത് ഒരുപാട് പ്രോസസ്സുകൾ കൂടിച്ചാ. ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അല്ലെ, കോട്ടൺ,
കോട്ടൺ ആണെങ്കിൽ കോട്ടൺ അത് കളക്ട് ചെയ്തിട്ട് കുറെ അധികം പ്രോസസ്സ് നടന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രി എടുക്കാം അല്ലെ. അപ്പം കരിമ്പിൽ നിന്നാണ് ഷുഗർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം അതിന് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഷുഗർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇത്തരത്തിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്ന ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രോസസിംഗ് ഇൻഡസ്ട്രി. ഇനി അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ അസംബ്ലിയിൽ ഇങ്ങനെ നിരത്തി നിൽക്കുക എന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് പാർട്സുകൾ അസംബിൾ ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു മൊബൈൽ ഫോൺ. അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ എല്ലാ പാർട്സും എന്ത് ചെയ്യാണ് അസംബിൾ ചെയ്തുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോൺ ആയിട്ട് മാറുന്നത്. ഇനി മോട്ടോർ വെഹിക്കിൾസ് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെന്റ് പാർട്ടുകൾ കൂടി ചേർന്ന് ഒരു ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ എന്ത് വിളിക്കുക അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പൊ മക്കളെ എക്സാമ്പിൾ അടക്കം സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്ത കാറ്റഗറിയാണ് ടേർഷ്യറി ഇൻഡസ്ട്രി. എന്താ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? അനിയ ഞാൻ കൂടെയുണ്ട്, നിങ്ങളെല്ലാം നടത്തിക്കോ. അതായത് പ്രൈമറിയും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ആളാരാണ്? ടേർഷ്യറി ഇൻഡസ്ട്രീസ് ആട്ടോ. ഞാൻ കൂടെ ഉണ്ട്, നിങ്ങളെല്ലാം നടത്തിക്കോ എന്ന് വെച്ചാൽ ഫൈനാൻസ് വേണോ ഫൈനാൻസ് കൊടുക്കുന്നു, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വേണോ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നു, അല്ലെ വെയർ ഹൗസിംഗ് വേണോ വെയർ ഹൗസിംഗ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന പുള്ളിക്കാരാണ് ആരെന്ന് പറഞ്ഞാൽ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് ആസ്പ എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ആസ്പ എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് മറക്കാതെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബിസിനസ് റിസ്ക്? എന്താണ് ബിസിനസ് റിസ്ക്? എന്താ ഈ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 4 causes ഓഫ് ബിസിനസ് റിസ്ക്. എക്സ്പ്ലെയിൻ ബ്രീഫ് ദ 4 causes ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, വിവിധ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ് ബിസിനസ് റിസ്ക്? ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ ദ പോസിബിലിറ്റി ഓഫ് ഇൻആഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും ഇവന്റുകൾ നടക്കുന്നത് മൂലം ഇൻആഡിക്വേറ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ ആ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക റിസ്ക് എന്ന് പറയാം. റിസ്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്പെക്യുലേറ്റീവ് റിസ്ക്കും പ്യൂർ റിസ്ക്കും. സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. ഇനി ഡിമാൻഡ് കുറഞ്ഞു, എന്താവും? പ്രോഫിറ്റ് ഉണ്ടാവില്ല. സോ അത്തരത്തിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദോസ്. പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയാം. ഇനി പ്യൂർ റിസ്ക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ചാൻസ് ഓഫ് ഫയർ. ഒരു ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവും അല്ലെ? ഗുഡ്സ് കത്തി നശിച്ചു പോയി കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവും. ഇനി അതൊന്നും സംഭവിച്ചില്ലെങ്കിലോ നോ ലോസ് സിറ്റുവേഷൻ ആണ്. അപ്പൊ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല, ലോസ് അല്ലെങ്കിൽ നോ ലോസ് സിറ്റുവേഷൻ ആണ് നമ്മൾ പ്യൂർ റിസ്ക് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ റിസ്ക് ഉണ്ടാവാനുള്ള കുറെ അധികം കാരണങ്ങളുണ്ട്, കോസസ് ഉണ്ട്. നാച്ചുറൽ കോസസ്, പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫ്ലഡ്, എർത്ത്, ലൈറ്റ്നിങ്, ഹെവി റെയിൻസ്, ഫാമിൻ, ഇതൊക്കെ നാച്ചുറൽ കോസസ് ആണ്. ഇനി അതേപോലെ തന്നെ ഹ്യൂമൻ കോസ്, ആളുകൾ മൂലം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആളുകളുടെ പ്രവൃത്തി മൂലം ഉണ്ടായേക്കാവുന്ന കാരണങ്ങൾ ഏതൊക്കെയാ? ഡിസ്ഹോണസ്റ്റി അല്ലെങ്കിൽ കെയർലെസ്നെസ് ഓർ നെഗ്ലിജൻസ് ഓൺ ദി പാർട്ട് ഓഫ് എംപ്ലോയീസ്, സ്ട്രൈക്ക് അല്ലെ, എംപ്ലോയീസിന്റെ സമരങ്ങൾ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഹ്യൂമൻ കോസസ് ഓഫ് റിസ്കിൽ വരുന്നതാണ്. ദെൻ എക്കണോമിക് കോസ്, സാമ്പത്തികപരമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവുന്ന റിസ്ക് ഉണ്ടാവാനുള്ള കാരണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ഇൻ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ? ഒരു ഫേമിന് ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ? ലോസ് ഉണ്ടാവുക. അപ്പൊ റിസ്ക് ആണ്. യെസ്. ഇനി അടുത്ത പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, ചേഞ്ച് ഇൻ ടെക്നോളജി, റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, ഹയർ ടാക്സ് റേറ്റ്, ഇതൊക്കെ എക്കണോമിയിൽ വരുന്ന കാരണങ്ങളാണ്. ഓക്കെ, വിച്ച് ഇൻഫ്ലുവൻസ് ദ റിസ്ക് അല്ലെ, അതായത് റിസ്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. അടുത്തത് പൊളിറ്റിക്കൽ കോസ് ആണ്. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് റൂളിംഗ് പാർട്ടി, ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഐഡിയോളജിയിൽ വരുന്ന മാറ്റങ്ങൾ. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ്, ചേഞ്ച് ഇൻ ലൈസൻസിങ് പോളിസി. അപ്പം ഓരോ ഗവൺമെന്റ് സ്വീകരിക്കുന്ന അവരുടെ ഐഡിയോളജിയും അവരുടെ പോളിസിയുമായിട്ടുള്ള മാറ്റങ്ങളും ഇതെല്ലാം ഒരു ബിസിനസിനെ റിസ്കിലേക്ക് നയിച്ചേക്കാം. ദെൻ മാനേജറിയൽ കോസ് എന്ന് പറഞ്ഞ സമയത്ത് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് അല്ലെ, അത് പ്രധാനപ്പെട്ട പോയിന്റാ. മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചാൻസസ് ഓഫ് ലോസ് ആണ് അല്ലെ? യെസ്. അപ്പൊ ഇത്രയും കോസസ് ആണ് റിസ്കിന്റെ കേസിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ 5 hindrances in the process of exchange of goods and services and activities undertaken to remove those hindrances. മക്കളെ അടിവര ഇട്ട് വെച്ചോളൂ. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ്ങിന്. നമ്മൾ ഒരു ട്രേഡ് നടക്കുന്ന സമയത്ത് എന്തെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ചില തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് സർവീസ് എന്ത് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ സപ്പോർട്ടിംഗ് സർവീസ് എന്ന് ചോദിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ വിച്ച് അസിസ്റ്റ് സപ്പോർട്ട് ട്രേഡ്, which assist or support trade are known as aids to trade അല്ലെങ്കിൽ auxiliaries to trade. അതായത്
ഒരു ആക്ടിവിറ്റീസ് വിച്ച് ആർ സപ്പോർട്ട് ട്രേഡിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ജനറലി called services because they facilitate their activities relating to trade and industry. ഇവരെന്താ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുക, സർവീസ് ആണ്, സേവനമാണ് നൽകുന്നത്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ്, കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്, ബാങ്കിങ് സർവീസ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലെ സർവീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇത്തരത്തിലെ സർവീസ് ചില തടസ്സങ്ങളെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം ട്രാൻസ്പോർട്ടേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥലം എന്ന തടസ്സത്തെയാണ് റിമൂവ് ചെയ്യുന്നത്. കാരണം പ്രൊഡക്ഷൻ നടക്കുന്നതും കൺസപ്ഷൻ നടക്കുന്നതും രണ്ട് സ്ഥലത്തായിരിക്കും. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഗുഡ്സിനെ അങ്ങോട്ട് ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ സ്ഥലം എന്ന തടസ്സത്തെ ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിക്കേഷനിൽ വരികയാണെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തീർച്ചയായിട്ടും അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻസ് ഹോൾസെയിലർ അറിയണം, റീറ്റെയിലർ അറിയണം, കൺസ്യൂമർ അറിയണം. അപ്പൊ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്ന തടസ്സത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഫണ്ട് അല്ലെ, ബാങ്കിലൂടെയാണ് നമുക്ക് പൈസ ഒക്കെ കിട്ടുന്നത്. അപ്പൊ ബാങ്ക് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഇൻഷുറൻസ് അല്ലെ, റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ വാഹനം എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കാണ്ട്, വീടിന് ഇൻഷുറൻസ് എടുക്കാണ്ട്, ലൈഫിന് ഇൻഷുറൻസ് എടുക്കാണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാണ്ട്, അപ്പൊ ഇതൊക്കെ നമുക്ക് റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം. ഇനി അതേപോലെ തന്നെ വെയർ ഹൗസിംഗ്, ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഇത് പലപ്പോഴും എല്ലാവർക്കും തെറ്റാറുണ്ട്. വെയർ ഹൗസിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ടൈം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. നമ്മൾ മഴക്കാലത്താണ് 100-150 രൂപയുടെ കോട്ട് ഇടാറ്. ആരെങ്കിലും വേനൽക്കാലത്ത് ആ കോട്ടിട്ടോണ്ട് ബൈക്കിൽ പോവോ? ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും എല്ലാ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് കൺസ്യൂം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ദാറ്റ് ഷുഡ് ബി സ്റ്റോർ ചെയ്തിരിക്കണം. അങ്ങനെ ഏത് സമയത്താണോ കൺസ്യൂപ്ഷൻ നടക്കേണ്ടത് ആ സമയത്ത് മാത്രം മാർക്കറ്റിലോട്ട് ഇറക്കിയാൽ മതി. സോ ടൈം എന്ന തടസ്സത്തെ വെയർ ഹൗസിംഗ് റിമൂവ് ചെയ്യുന്നു. ദെൻ അഡ്വർടൈസിംഗ്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നോളേജ് നമുക്ക് കിട്ടുന്നത് പരസ്യങ്ങളിലൂടെയാണ്. സോ ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്ന തടസ്സം നമുക്ക് അഡ്വർടൈസിംഗിലൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ക്ലിയർ ആണോ? ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതാൻ കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ നേരെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഡിസ്കസ് എനി 5 ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഫോർ സെറ്റിംഗ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സാർ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും ഒന്ന് മനസ്സിൽ നിൽക്കില്ല. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമുള്ളത്? അതാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത് സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ നേച്ചർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് തീരുമാനിക്കണം. ഇതിന് അടുത്തത് സൈസ് ഓഫ് ബിസിനസ്. സ്മോൾ സ്കെയിൽ ആണോ, മീഡിയം ആണോ, ലാർജ് എന്റർപ്രൈസ് ആണോ തുടങ്ങാൻ വേണ്ടി പോകുന്നത്? ദെൻ ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഒറ്റയ്ക്കാണോ, പാർട്ട്ണർഷിപ്പ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ടാണോ? അപ്പോൾ ഏത് ഫോം ആണെന്നുള്ള കാര്യം തീരുമാനിക്കണം. ദെൻ ലൊക്കേഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എവിടെയാണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളാണോ, നഗരപ്രദേശങ്ങളാണോ, അല്ലെ, റൂറൽ ആയിട്ട് തുടങ്ങണോ, അല്ലെങ്കിൽ അർബൻ സിറ്റീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത്. ദെൻ പ്രോപ്പർ ആയിട്ട് ഫൈനാൻസ്, അല്ലെ, നമ്മുടെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ട് അതിനനുസരിച്ചുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ഫൈനാൻസും എന്താണ്? ഒരു ഘടകമാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതിന് അടുത്തെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫെസിലിറ്റീസ്. എന്താ ഫിസിക്കൽ ഫെസിലിറ്റീസ് പറഞ്ഞാൽ? ബിൽഡിംഗ്, വെഹിക്കിൾ, ഫർണിച്ചർ, മെഷീനറി, ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ട്. ദെൻ പ്ലാൻ ലേ ഔട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു, ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ബിൽ കൗണ്ടർ വെക്കേണ്ടത്, എവിടെയാണ് ക്യാഷ് കൗണ്ടർ വെക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് മാനുഫാക്ചറിങ് നടക്കേണ്ടത്, എവിടെയാണ് റോ മെറ്റീരിയൽസ് നമ്മൾ കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കേണ്ടത്, എവിടെയാണ് ആ ഗുഡ്സ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് ലേ ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാൻ ലേ ഔട്ട് എന്ന് വിളിക്കുക. ദെൻ വർക്ക് ഫോഴ്സ്, പണിക്കാർ വേണം, ജോലിക്കാർ വേണം, എംപ്ലോയീസ് വേണം. അതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് അവിടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുള്ളൂ. സോ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് വേണം. ദെൻ ടാക്സ് പ്ലാനിങ് കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പം നമുക്കറിയാം ഇപ്പം ഇന്ത്യയിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കൃത്യമായിട്ട് എല്ലാ സ്ഥാപനവും, ഇപ്പം ഇൻഡിവിജ്വൽ ആണെങ്കിലും ബിസിനസ് ഫേം ആണെങ്കിലും ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. സോ കൃത്യമായിട്ട് ടാക്സ് പ്ലാനിങ് നടത്തേണ്ടതുണ്ട് ഏതൊരു ഫേമിലെ മാനേജറും. ഇതിനടുത്ത് ലോഞ്ചിങ് ദ എന്റർപ്രൈസസ്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്, ഉഷാറായിട്ട് നടത്തിയിട്ടുണ്ട്, ഉഷാറായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. 10 പോയിന്റാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇവിടെ ചോദ്യം ഇതാണ്, 5 മാർക്കിനാണ് ചോദിച്ചുള്ളതെങ്കിൽ 5 പോയിന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ മക്കളെ. 5 പോയിന്റ് തന്നെ നിങ്ങൾ എഴുതണം. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾ ഓണം എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഉഷാറായിട്ടുള്ള കിട്ടുന്ന ലൈവ് ക്ലാസ്സുകളും കണ്ടന്റ് വീഡിയോസുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരും. അപ്പോൾ മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് സാർ ഈ വീഡിയോയിൽ പറഞ്ഞത്. കൂടാതെ ഇനി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് വാട്ട് ഈസ് ബിസിനസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്
ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് സാർക്ക് അറിയാം. സോ അത് കൂടാതെ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിലേക്കും ഈവൻ പബ്ലിക് എക്സാമിലേക്കും ഈ ഒരു ചാപ്റ്ററിലെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഇതുമായിട്ടുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ VK.